യേശു കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ ആ രാത്രി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരും കർത്താവിനെ വിട്ട് ഓടിക്കളഞ്ഞു. അതിന് തൊട്ടു മുമ്പേ അവർ പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും, നിന്നോടുകൂടെ മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും അവരെ ഭയത്തിലാക്കി കളഞ്ഞു. അവർ കർത്താവിനെ വിട്ട് ഓടിപ്പോവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ലോകം മുഴുവൻ ഭയത്തിൻ്റെ അടിമത്തത്തിലാണ്. ചിലർക്ക് വാഹനം ഓടിക്കാൻ ഭയമാണ്, ചിലർക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ്, ചിലർക്ക് വെള്ളം ഭയമാണ്, ചിലർക്ക് ഇരുട്ട് ഭയമാണ്, ചിലർക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭയമാണ്, തൻ്റെ ഭാവിയെ ഓർത്ത് ഭയമാണ്. പലതരത്തിലാണ് പല ആൾക്കാർക്ക് ഭയം കടന്നു വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഭയം നമ്മളെ കാർന്ന് തിന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ ലോകത്തിൽ ഇത്രയും ഭയം അടിമത്തത്തിലാക്കി കളഞ്ഞിരിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കുറവാണ് നമ്മളെ ഭയത്തിലേക്ക് തള്ളിവിടുന്നത്. പ്രധാനമായിട്ടും ഭയത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരൊറ്റ കാര്യമേ ഉള്ളൂ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കും. ദൈവത്തോടുള്ള സ്നേഹം നമ്മളിൽ എത്രമാത്രം വർദ്ധിക്കുന്നു, അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം പുറത്ത് തള്ളിക്കളയും. പത്രോസ് തള്ളി പറഞ്ഞിട്ട് യേശു കർത്താവ് വീണ്ടും പത്രോസിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? തള്ളി പറഞ്ഞ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ പ്രമാണികളുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. പത്രോസിനെ കൊല്ലാൻ വേണ്ടി കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ കൈയും കാലും ഒക്കെ ആമത്തിലിട്ട് പൂട്ടിയപ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പത്രോസ് ആ കാരാഗൃഹത്തിന് നടുവിൽ സുഖത്തോടെ ഉറങ്ങി. ഭയം കടന്നു വന്നാൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല. എന്നാൽ അവിടെ പറയുന്നു, പത്രോസ് അവിടെ സുഖത്തോടെ ഉറങ്ങുകയായിരുന്നു. കാരണം എന്താ? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ഈ പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, അവിടുത്തെ അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങയോട് പറ്റിയിരിപ്പാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണം. പത്രോസ് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവെ എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുക. എൻ്റെ കല്ലായിട്ടുള്ള ആ ഹൃദയത്തെ മാറ്റി മാംസകരമായൊരു ഹൃദയത്തെ ഈ പകൽക്കാലം എനിക്ക് തരണം. നിന്റെ വചനത്തെ വിശ്വസിക്കുവാൻ തക്കോണം എൻ്റെ ബുദ്ധിയെ ഒന്ന് തുറക്കണമേ എന്ന്, നിന്നെ സ്നേഹിക്കുവാൻ തക്കോണം എൻ്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭയവും മാറട്ടെ, നിരാശ മാറട്ടെ. ദൈവം നമ്മളെ ബലപ്പെടുത്തും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നിന്നെ അനാഥനായി വിടുകയും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.